പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായ മാവേലിക്കര ഇത്തവണ മാറി ചിന്തിക്കുമോ? ഹാട്രിക് ജയം കയ്യിലുള്ള കൊടിക്കുന്നിൽ സുരേഷോ അട്ടിമറി പ്രതീക്ഷിക്കുന്ന അരുൺകുമാറോ? പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ത് മാറ്റമാണ് മാവേലിക്കരയിൽ വരുത്തുന്നത്? ഏതാനും ദിവസങ്ങൾക്കപ്പുറം ഇതിനെല്ലാം ഉത്തരം കിട്ടും. എങ്കിലും മാവേലിക്കരയിലെ മുന്നണികളുടെ കണക്കുകൂട്ടലുകളിലേക്കൊന്ന് കടക്കാം. ആലപ്പുഴയിലും കോട്ടയത്തും കൊല്ലത്തുമായി ചിതറിക്കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര. പോളിംഗ് ഇത്തവണ 74.23% നിന്ന് 65.95 കുറഞ്ഞു. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് കുറവായിരുന്നു. പോളിംഗ് ശതമാനത്തിലെ ഈ കുറവൊന്നും ബാധിക്കില്ലെന്നു തന്നെയാണ് ഇടതു വലത് മുന്നണികളുടെ വിലയിരുത്തൽ. 40,000 മുതൽ 50,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്നാണ് കൊടിക്കുന്നിൽ ക്യാമ്പ് പറയുന്നത്. കൂട്ടലും കിഴിക്കലും കഴിഞ്ഞപ്പോൾ ജയമുറപ്പിച്ച് UDF നിരത്തുന്ന വാദങ്ങൾ പരിശോധിക്കാം. 4-ാം ഊഴം ലക്ഷ്യമിട്ട കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്വീകാര്യത തന്നെയാണ് കരുത്തായതെന്ന് UDF. NSS, SNDP, KPMS അടക്കമുള്ള സാമുദായിക സംഘടനകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് ഉറപ്പാണ്. മുൻകാല തിരഞ്ഞെടുപ്പുകളിലെ ഇടത് സ്ഥാനാർത്ഥികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അരുൺകുമാർ വെല്ലുവിളി ഉയർത്തിയിട്ടേയില്ലെന്നാണ് വാദം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുപാളയത്തിലുണ്ടായ ചില തർക്കങ്ങളും കുട്ടനാട്ടിലെ അസ്വാരസ്യങ്ങളും ഇടതുവോട്ടിൽ വിള്ളൽ വീഴ്ത്തിയെന്നും അത് ഗുണം ചെയ്തെന്നും UDF കണക്കുകൂട്ടുന്നു. മാവേലിക്കരയും കൊട്ടാരക്കരയും മാറ്റി നിർത്തിയാൽ ബാക്കി 5 മണ്ഡലങ്ങളിലും 5000-ലധികം ഭൂരിപക്ഷമാണ് പ്രതീക്ഷ. UDF കണക്കുകൂട്ടലിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുക ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ്. 15,000 മുതൽ 17,000 വരെ വോട്ടിന്റെ ലീഡ് ഇവിടെ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത്തവണ മാണി ഗ്രൂപ്പ് ഇടത്തോട്ട് പോയെങ്കിലും വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകില്ലെന്നാണ് ആത്മവിശ്വാസം. പോളിംഗ് ശതമാനം ഏറ്റവും കുറഞ്ഞ കുട്ടനാട്ടിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ചെങ്ങന്നൂരിൽ 5,000-ഉം പത്തനാപുരത്ത് 10,000-ഉം കുന്നത്തൂരിൽ 7,000-ഉം കൊട്ടാരക്കരയിൽ 4,000-ഉം ലീഡ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ ഇടതുപക്ഷം വിജയമുറപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മാവേലിക്കര. ഇതുവരെയുള്ള കോൺഗ്രസ് അനുകൂല ചരിത്രം തിരുത്തി 43,000 മുതൽ 50,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CA അരുൺകുമാർ അട്ടിമറി ജയം നേടുമെന്ന് LDF ഉറപ്പിക്കുന്നു. കണ്ടുപഴകിയ വലത് സ്ഥാനാർത്ഥിക്കെതിരെ യുവത്വം കൈമുതലായുള്ള അരുൺകുമാറിന് ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. ചില മേഖലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രചാരണത്തിൽ പിന്നോക്കം പോയത് തന്നെ അവർക്കുള്ളിൽ മടുപ്പുണ്ടായതുകൊണ്ടാണെന്നാണ് ഇടതുവാദം. ചങ്ങനാശ്ശേരി ഒഴികെ ബാക്കി മണ്ഡലങ്ങളിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടെ വിജയം LDF കണക്കുകൂട്ടുന്നു. 15 വർഷമായി MP സ്ഥാനത്തുള്ള കൊടിക്കുന്നിലിനെതിരെയുള്ള ജനവികാരം വോട്ടായി മാറിയെന്ന് വിശ്വാസം. LDFന് സ്വാധീനമുള്ള മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉറപ്പ്. മന്ത്രിസ്ഥാനം ലഭിച്ച ഗണേഷ് കുമാറിന്റെ ഇടപെടൽ പത്തനാപുരത്ത് ഫലം ചെയ്തെന്നാണ് വിലയിരുത്തൽ. 6,000 വോട്ടിന്റെ ലീഡാണ് ഇവിടെ കണക്കിലുള്ളത്. കൊട്ടാരക്കരയിൽ 7,000-ഉം കുന്നത്തൂരിൽ 6,000-ഉം ലീഡ് പ്രതീക്ഷിക്കുന്നു. കേരള കോൺഗ്രസ് ഒപ്പം കൂടിയത് നേട്ടമുണ്ടാകുമെന്നാദ്യം വിലയിരുത്തിയെങ്കിലും അന്തിമ കണക്കിൽ ചങ്ങനാശ്ശേരിയിൽ വോട്ട് വർധന കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല. കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും വോട്ട് ചോർച്ചയുണ്ടാകില്ല. ചെങ്ങന്നൂരിൽ 6,000 വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷ. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞുവെന്നും വിലയിരുത്തൽ. BDJS സ്ഥാനാർത്ഥി വോട്ട് പിടിക്കില്ലെന്ന് തന്നെയാണ് ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ തഴവ സഹദേവന് ലഭിച്ച 13% വോട്ടിന്റെ അരികെ പോലും ബൈജു കലാശാല എത്തില്ലെന്നാണ് LDF UDF പ്രതീക്ഷ. പക്ഷേ കോൺഗ്രസിന്റെയും KPMSന്റെയും മുൻകാല നേതാവായ NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ഇരു പാർട്ടികൾക്കും നിർണായകമാണ്. കഴിഞ്ഞ 2 തവണത്തെയും പോലെ ഈ തിരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന് തന്നെയാണ് NDA കണക്കുകൂട്ടുന്നത്. അരുൺകുമാറിന് അനുകൂലമായി ഒരു ഇടത് തരംഗമുണ്ടായോ എന്നത് UDFന്റെയും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായോ എന്നത് LDFന്റെയും നെഞ്ചിടിപ്പേറ്റുന്ന സംശയമാണ്. എന്തായാലും മാവേലിക്കരയുടെ മനസ്സിലിരിപ്പ് ജൂൺ 4-ന് വെളിപ്പെടൂ.